Dear students, once again welcome back to political science class. Today we are going to discuss about the forms of government based on power authority distribution. Okay, പവറിൻ്റെ കാര്യത്തിലും അതോറിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലും എങ്ങനെയാണ് ഗവൺമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മളിന്ന് പഠിക്കും. First one, unitary form of government. This unitary form of government will have strong central government but weak or non-existent regional governments. ഓക്കെ, അതായത് ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റീജിയണൽ ഗവൺമെൻറ്റ്സ് അത്ര തന്നെ പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കില്ല, വീക്കായിട്ടുള്ള റീജിയണൽ ഗവൺമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് ഗവൺമെൻറ് ഈസ് കാൾഡ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഫോർ എക്സാമ്പിൾ ദ ഗവൺമെൻറ് ഇൻ UK, Cuba, Belgium, France, etc. Okay, that is the unitary form of government. ഒരു സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റിനാണ് സ്ട്രോങ് പവർ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ യൂണിറ്ററി ഗവൺമെന്റ് ലീഡേഴ്സ് ക്യാൻ ബി എ കിങ്, പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ്. ഓക്കെ, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ ലീഡേഴ്സ് രാജാവായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ് റിയലി ഡസ് നോട്ട് മാറ്റർ ഹൂ ദ ലീഡർ ഓഫ് ദ കൺട്രി ഈസ്. What matters is that the national level of government has power and runs the country. ഓക്കെ, അപ്പോൾ അവിടെ രാജാവാണോ, പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ അവിടെ ലീഡർ ആയിട്ടുള്ളത് എന്നുള്ളത് യാതൊരുവിധ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമില്ല. that the national level of the government has power and runs the country. Okay, the national level of government, the central government has the power to runs the country. A unitary system can be autocratic, oligarchic or democratic. Okay, ഈ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒന്നുകില്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആവാം, ഒളിഗാർക്കിക് ആകാം, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ട് മാറാം. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ദാറ്റ് ഈസ് ഇൻ പ്ലേസ്. സിറ്റിസൺ മേ പ്ലേസ് ലാർജർ റോൾ ഇൻ ദ കൺട്രീസ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ അവിടെയുള്ള ആളുകളുടെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ രാജാവിന്റെ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ സ്വഭാവം നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് കിങ്ഡം ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് നിലനിൽക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞു. ദ UK ഈസ് യൂണിറ്ററി പാർലമെന്ററി ഡെമോക്രസി. സിറ്റിസൺസ് വോട്ട് ഫോർ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റ് മെമ്പേഴ്സ് ദെൻ സെലക്ട് ദംസെൽസ് ഹൂ ദ പ്രൈം മിനിസ്റ്റർ വിൽ ബി. ഓക്കെ, പാർലമെന്റ് മെമ്പേഴ്സിനെ അവിടുത്തെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ദെൻ പാർലമെന്റ് മെമ്പേഴ്സ് ചേർന്നുകൊണ്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ദ നാഷണൽ പാർലമെന്റ് റൺസ് ദ കൺട്രി ആൻഡ് ദ ലോക്കൽ ഗവൺമെന്റ്സ് ഹാവ് ലിറ്റിൽ പവർ. അല്ലേ, നാഷണൽ പാർലമെന്റ് രാജ്യത്തിന്റെ മുഴുവൻ പവറും കൈയാളുന്നു, ബാക്കിയുള്ള ഗവൺമെന്റ്സ് ഹാവ് എ ലിറ്റിൽ പവർ. ദെൻ ക്യൂബ, ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ ദ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇറ്റ് ഈസ് എ യൂണിറ്ററി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. എ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, the citizens don't have say in how the country is run. But again, the national governments runs the country and the local governments do not have much power. Okay, that is in the case of Cuba. Then എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ മെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് സ്ട്രോങ്, സ്റ്റേബിൾ, ആൾ പവർഫുൾ ഗവൺമെന്റ്. ഓക്കെ, യൂണിറ്ററി ഫോം ഒരു അതോറിറ്റി തന്നെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്ട്രോങ്, സ്റ്റേബിൾ ആൻഡ് ആൾ പവർ ഗവൺമെന്റ്. ദെൻ സിംഗിൾ യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ ഫോർ ഹോൾ ദ സ്റ്റേറ്റ്. ഓക്കെ, ഒരു രാജ്യത്തിന് മൊത്തമായിട്ടും എന്താണ് ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ, ഭരണനിർവഹണം, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണനിർവഹണം നടത്താനായിട്ട് സാധിക്കുന്നു. ദെൻ സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് സിസ്റ്റം. ഓക്കെ, വളരെ ചെലവ് കുറഞ്ഞതും അതേപോലെ തന്നെ സാധാരണമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ആയിരിക്കും യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ടു ചേഞ്ചിങ് സോഷ്യൽ നീഡ്സ് ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, സാമൂഹിക ആവശ്യങ്ങളും അതേപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ മാറ്റുന്നതിൽ ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ. അല്ലേ, യൂണിറ്ററി ഫോം ആണ്, അവിടെ എതിർകക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്റ്റേറ്റ്സ്. അല്ലെ, ചെറിയ രാജ്യങ്ങൾക്കാണ് ഇത് വളരെ അഭികാമ്യമായിട്ടുള്ളത്. ആൻഡ് സ്യൂട്ടബിൾ ഫോർ മീറ്റിംഗ് എമർജൻസീസ്. അല്ലേ, പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പെട്ടെന്ന് പാൻഡമിക്കൊക്കെ കടന്നു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്താൻ വളരെയധികം എളുപ്പമാണ് ഇത്തരത്തിലുള്ള യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്തിരി എമർജൻസി സിറ്റുവേഷൻസ്, അത്യന്താപേക്ഷിതമായിട്ടുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരു യോജിച്ച തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഈ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ സാധിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്?
ഫിയർ ഓഫ് സെൻട്രൽ ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് ഡെസ്പോട്ടിസം. ഓക്കെ, സെൻട്രൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ബിഹേവ്സ് ഇൻഎഫിഷ്യൻ്റ്ലി വെൻ ഓവർ ബർഡൻഡ് വിത്ത് ഓൾ വർക്ക്. ബിഹേവ്സ് ഇൻഎഫിഷ്യൻ്റ്ലി അല്ലേ, അതായത് ഒരു ഗവൺമെന്റിന്റെ മുകളിലാണ് എല്ലാ വർക്ക് ലോഡും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയിൽ കുറവ് സംഭവിക്കാം. ദെൻ ഇഗ്നോർസ് ദ ലോക്കൽ നീഡ്സ് വെൻ ഫുള്ളി ഇൻവോൾവ് ഇൻ സെൻട്രൽ ഇഷ്യൂസ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് സെൻട്രൽ ഇഷ്യൂസിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുന്നു. ദെൻ അൺസ്യൂട്ടബിൾ ഫോർ ബിഗ് സ്റ്റേറ്റ്സ് അല്ലെ, വലിയ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ മോർ ഡിപ്പെൻഡന്റ് ഓൺ ബ്യൂറോക്രസി. ഓക്കെ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നു. ദ ലെസ് ചാൻസസ് ഫോർ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി വർക്കിംഗ് ഓഫ് ഗവൺമെന്റ്. പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി വർക്കിംഗ് ഓഫ് ഗവൺമെന്റ് അല്ലെ, അതായത് എല്ലാ ആളുകൾക്കും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ സാധിക്കാതെ വരുന്നു. സോ ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ദിസ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ദെൻ ദർ ഈസ് അനദർ ഫോം ഓഫ് ഗവൺമെന്റ്, ദാറ്റ് ഈസ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിനകത്ത് ഡിവൈഡ് പവർ ബിറ്റ്വീൻ ദ സെൻട്രൽ നാഷണൽ ഗവൺമെന്റ് ആൻഡ് ദ ലോക്കൽ റീജിയൻ ഗവൺമെന്റ് ടു സ്മോളർ ഏരിയാസ്. ഓക്കെ, അവിടെ ഗവൺമെന്റിന്റെ അധികാര പരിധി സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഗവൺമെന്റ്സിന്, അതേപോലെ തന്നെ സെൻട്രൽ ഓർ നാഷണൽ ഗവൺമെന്റ്സിന്, ദെൻ ലോക്കൽ റീജിയണൽ ഗവൺമെന്റ്സിനൊക്കെ എന്താണ് അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഓൾ ദ ഗവൺമെന്റ്സ് ഹാവ് ദ സെയിം പവർ. സോ എ ലോട്ട് ഓഫ് പവർ ഈസ് ഗിവൻ ടു ലോക്കൽ ഗവൺമെന്റ്സ് ടു ഹാൻഡിൽ ലോക്കൽ അഫയേഴ്സ് അല്ലെ. സാധാരണ അല്ലെങ്കിൽ ഈ സാധാരണ താഴെ തട്ടിൽ നിൽക്കുന്ന ലോക്കൽ ഏരിയാസിനെ, ലോക്കൽ അഫയേഴ്സിനെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ഉത്തരവാദിത്തങ്ങൾ ഈ ലോക്കൽ ഗവൺമെന്റ്സിന് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, then central government handles issue that concern the entire country such as military affairs. Okay, central government handles issues such as entire country such as military affairs. military affairs ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിനും ഇതേപോലെ തന്നെ ധാരാളം ഉത്തരവാദിത്തങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഉദാഹരണമായിട്ടുള്ള കുറേയധികം ഗവൺമെന്റുകളുണ്ട്. മെക്സിക്കോ, US, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ കേസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കേന്ദ്ര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ്, ദെൻ സംസ്ഥാന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോക്കൽ ഗവൺമെന്റ്സും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഒക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൾ ദ ഗവൺമെന്റ്സ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റീസ്. ദാറ്റ് ഈസ് ദ feature of this federal form of government. Then federalism, it can be seen as compromise between the extreme concentration of the power and the loose confederation of the independent states of governing variety of people, usually large expanse of territory. Okay, കുറേയധികം ആളുകൾ ഉണ്ടായിരിക്കും, കുറേ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള കുറേയധികം ജനവിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ഫെഡറലിസത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് കണക്കാക്കപ്പെടുന്നു. Then it has the virtue of letting local pride, traditions and power. It has the virtue of retaining local pride, traditions, power. ഇതൊക്കെ ഈ ട്രഡീഷൻസ് അതേപോലെ തന്നെ പവർ ഇതൊക്കെ നിലനിർത്തുന്നത് ഈ ഒരു ഫെഡറലിസത്തിന്റെ പ്രത്യേകതയാണ്. And the basic principle of American federalism is fixed in the 10th Amendment of the Constitution. Okay. Then the United States as a federal government. Okay, 3 branches. United States ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ് അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ US ഗവൺമെന്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗൻസ് ഓഫ് ഗവൺമെന്റിന്റെ 3 ഫോംസ് ഓഫ് ഗവൺമെന്റ് ഈസ് ദർ. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് US ഗവൺമെന്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ദെൻ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിന്റെ മെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. റീകൺസിലിയേഷൻ ഓഫ് ലോക്കൽ ഓട്ടോണമി വിത്ത് നാഷണൽ യൂണിറ്റി. ഓക്കെ, ലോക്കൽ ഓട്ടോണമി വിത്ത് നാഷണൽ യൂണിറ്റി, അതായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോലും അന്താരാഷ്ട്ര നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഇതിന്റെ ഒരു ഗുണമാണ്. Then division of powers between the center and the states leads to administrative efficiency. Division of powers between the central and states, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് സെൻട്രൽ ഗവൺമെന്റ് ഈ അധികാരം വിഭജിച്ച് നൽകുന്നത് കൊണ്ട് തന്നെ ഭരണനിർവഹണത്തിൽ എഫിഷ്യൻസി കൊണ്ടുവരാനായിട്ട്, കൃത്യത കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. Then gives rise to big states അല്ലേ. ദെൻ വലിയ രാജ്യങ്ങൾക്കാണ് ഇത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇത്. Then distribution of powers checks the despotism of the central government. Okay, distribution of powers.
ഈ പറയുന്ന അധികാരങ്ങൾ വ്യത്യസ്ത രീതിയിൽ വിഭജിച്ച് നൽകുന്നത് കൊണ്ട് തന്നെ ദ ഡെസ്പോട്ടിസം ഓഫ് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ, സെൻട്രൽ ഗവൺമെന്റിന്റെ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ടു ദ സ്മാളർ സ്റ്റേറ്റ്സ്. ഓക്കെ, ചെറിയ രാജ്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് മോർ അഡ്വാൻറ്റേജസ് അല്ലേ, കുറേയധികം അഡ്വാൻറ്റേജസ് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഗുഡ് ഫോർ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ്. ഓക്കെ, ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എക്കണോമിക് സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ദെൻ വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്? ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, വ്യത്യസ്ത തലത്തിലുള്ള ലോക്കൽ ഗവൺമെന്റ്സും സ്റ്റേറ്റ് ഗവൺമെന്റ്സും സെൻട്രൽ ഗവൺമെന്റ്സും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഏക അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് ലീഡ്സ് ടു മെനി കോൺഫ്ലിക്ട്സ്. ഓക്കെ, ഇത്തരത്തിൽ അധികാരം വ്യത്യസ്ത മേഖലകളിലേക്ക് വിഭജിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് കുറേയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ദെൻ ഡബിൾ സിറ്റിസൺഷിപ്പ്. Then sometimes state governments place hindrance for foreign policy of the center. Like sometimes state governments have the hindrance of foreign policy. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന കേന്ദ്ര നയങ്ങൾ, ആഗോള വിപണിയിലുള്ള നയങ്ങളൊക്കെ അതിലൊക്കെ ഇടപെടാനായിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് സാധിക്കുന്നു. അപ്പോൾ അതിലൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് സാധിക്കും. Then constitution being rigid cannot be adjusted to the fast changing conditions. ഓക്കെ, പെട്ടെന്ന് നമ്മളുടെ ഈ ഒരു ആധുനിക ലോകത്തിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മളുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താനൊന്നും സാധിക്കുന്നില്ല. ഓക്കെ, വളരെ പതുക്കെ കുറേയേറെ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഒക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭേദഗതിയൊക്കെ വരുത്താനായിട്ട് സാധിക്കുന്നത്. Then provisional tendencies are very acute. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ് ആണ്. അതിൽ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ദെൻ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, അതിന്റെ ബെനിഫിറ്റ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.